ഹായ് ഡിയർ സ്റ്റുഡൻസ്. സോ കീം 2024 സിലബസ് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിലബസ് ആയിരുന്നു അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ NCERT സിലബസിൽ ഇല്ലാതിരുന്ന പല ചാപ്റ്റേഴ്സും പല ടോപ്പിക്സും കീമിന്റെ സിലബസിലുണ്ട്. സോ ബോർഡ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത ഈ ചാപ്റ്റേഴ്സ് കീം എൻട്രൻസിന് വരുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കത് അപ്പിയർ ചെയ്യാൻ. സോ ഒരുപാട് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയ സിലബസ് ആയിരുന്നു ഇത്. പക്ഷേ കീം ആസ്പിരൻസിന്, കീം എഴുതുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വളരെ വലിയ സന്തോഷ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് NCERT ഒഴിവാക്കിയ, NCERT സിലബസിൽ ഇല്ലാത്ത എല്ലാ ചാപ്റ്റേഴ്സും കീം 2024 സിലബസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഓരോ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ 5 യൂണിറ്റുകളാണ് വരുന്നത്. ഈ 5 യൂണിറ്റിൽ ആദ്യത്തെ യൂണിറ്റ് ഓൾജിബ്രയുടെ അണ്ടറിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതിൽ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻസ്, ലീനിയർ ഇൻഈക്വാലിറ്റീസ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉള്ളത്. ആൻഡ് യൂണിറ്റ് 2 ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രിയിലെ എല്ലാ പോർഷൻസും എക്സാമിന് ഉണ്ടായിരിക്കും. ദെൻ യൂണിറ്റ് 3 ജോമെട്രി ആണ്. ജോമെട്രി ലൈൻസ്, കോണിക് സെക്ഷൻസ്, വെക്ടേഴ്സ്, 3D 3-dimensional ജോമെട്രി, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് വരിക. ആൻഡ് യൂണിറ്റ് 4 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അണ്ടറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആണ് വരുന്ന ടോപ്പിക്. ആൻഡ് യൂണിറ്റ് 5 കാൽക്കുലസ് ആണ്. കാൽക്കുലസിന്റെ അണ്ടറിൽ ഫംഗ്ഷൻസ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, ഇതൊക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്സ് മനസ്സിലാക്കി മാത്രം നിങ്ങൾ സിലബസ് കവർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വളരെയധികം നഷ്ടപ്പെടും. ഇനി ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. യൂണിറ്റ് 2 കൈനമാറ്റിക്സ്, ദെൻ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി, ഗ്രാവിറ്റേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ, thermodynamics, behavior of perfect gas and kinetic theory, oscillations and waves, electrostatics, current, electricity, magnetic effect of current and magnetism, electromagnetic induction and alternating currents, electromagnetic waves, optics, dual nature of matter and radiation, atoms and nuclei, electronic devices, ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉള്ളത്. ഇനി കെമിസ്ട്രിയുടെ കേസ് വരികയാണെങ്കിൽ 30 ചാപ്റ്റേഴ്സ് ആയിരുന്നു കീമിന്റെ സിലബസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത 11 ചാപ്റ്റേഴ്സും, അതായത് NCERT സിലബസിൽ ഇല്ലാതിരുന്ന 11 ചാപ്റ്റേഴ്സും കീം സിലബസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. +1 ചാപ്റ്റേഴ്സ് ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം, classification of elements and periodicity in properties, chemical bonding and molecular structure, thermodynamics, equilibrium, redox reactions and electrochemistry, solutions, chemical kinetics, D and F block elements, coordination compounds, organic chemistry, some basic principles and techniques, hydrocarbons, haloalkenes and haloarenes, alcohol, phenols and ethers, aldehydes, ketones and carboxylic acid, organic compounds containing nitrogen, amines in the chapter ആണ്. Then last chapter biomolecules. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻസ് തൊട്ട് +2ന്റെ സിലബസ് ആണ്. +2 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. സോ സിലബസിലുള്ള ഈ ചേഞ്ച് നിങ്ങൾ അറിഞ്ഞു തന്നെ പഠിക്കണം. കാരണം സിലബസിൽ നിന്ന് ഒഴിവാക്കിയ ചാപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നതായിരിക്കും. മക്കളെ, നിങ്ങൾ നോക്കിയാൽ എക്സാം പാറ്റേണിലും ഈ വർഷം കീമിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ മോർണിംഗ് സെഷനും ആഫ്റ്റർനൂൺ സെഷനുമായിട്ട് 2 സെഷനിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടന്നത്. മോർണിംഗ് സെഷനിൽ കെമിസ്ട്രി വേഴ്സസ് ഫിസിക്സ്, കെമിസ്ട്രി പ്ലസ് ഫിസിക്സ് 2 സബ്ജക്ട്സ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർനൂൺ സെഷനിൽ മാത്തമാറ്റിക്സുമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ, ഈ വർഷത്തെ എക്സാം പാറ്റേൺ പ്രകാരം കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് 3 സബ്ജക്റ്റുകളും ഒരുമിച്ചാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് ഒരു 3 അവർ സെഷൻ ആയിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ 3 അവേഴ്സിൽ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഈ 3 സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്നാൽ കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷന്റെ പ്രൊപ്പോർഷൻ, ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ്, അവരുടെ പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ അനുപാതത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അതായത് കഴിഞ്ഞ വർഷം ഫിസിക്സും കെമിസ്ട്രിയും ചേർത്ത് 120 ക്വസ്റ്റ്യൻസും അതേപോലെ മാത്തമാറ്റിക്സിൽ നിന്നും 120 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിൽ നിന്ന് 75 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വരുന്നത്. ഇൻ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും 3 അവേഴ്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാത്തമാറ്റിക്സ് തന്നെയാണ് പ്രയർ ആയിട്ടുള്ള സബ്ജക്ട്. മാത്തമാറ്റിക്സിനായിരിക്കണം നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് നൽകേണ്ടത്. എക്സാം പാറ്റേണിലെ മറ്റൊരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. കഴിഞ്ഞ വർഷം വരെ ഓഫ്ലൈൻ മോഡായിരുന്നെങ്കിൽ ഇത്തവണ ഓൺലൈൻ മോഡാണ് എക്സാമിനേഷൻ. നിങ്ങൾക്കറിയാം CBT ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ മക്കളെ നമ്മൾ ബബിൾ ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് വളരെ ട്രിക്കി ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും എൻട്രൻസിന് വരിക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ബബിൾ ചെയ്ത് അതല്ല ആൻസർ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തിരുത്താൻ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ CBTക്ക് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. CBTയിൽ നിങ്ങൾക്ക് ചേഞ്ചുകൾ വരുത്താവുന്നതാണ്.
സോ എക്സാമിനേഷനുള്ള ഈ എക്സാമിനേഷൻ പാറ്റേണിലുള്ള വളരെ വലിയൊരു ചേഞ്ച് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. അതേപോലെ സിലബസ് അറിഞ്ഞു പഠിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരുപാട് വളരെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നതായിരിക്കും. സോ എല്ലാ മക്കൾക്കും കീം ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അടിപൊളിയായിട്ട് എക്സാം എഴുതൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.